ഒരു അൺഇവന്റ്ഫുൾ വീക്ക് ആയിരുന്നു ലിവർപൂൾ ഫാൻസിന്. മാച്ചില്ല. പക്ഷെ ലിവർപൂൾ മാച്ച് ഇല്ലെങ്കിലും PSG വേഴ്സസ് ബയൺ മ്യൂണിച്ച് എന്നൊരു മാച്ച് ഉണ്ടായിരുന്നു. സുദീപിനോട് ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഗ്രൂപ്പിൽ സംസാരിച്ചു. സുദീപിന് വലിയ യോജിപ്പില്ല അതിനെക്കുറിച്ച്. അപ്പൊ ഞാനിങ്ങനെ സുദീപ് വെറുതെ ഇങ്ങനെ എന്താ ഒഴുക്കിനെതിരെ പറയാൻ വേണ്ടിയിട്ട് പറയുന്നതൊക്കെ പറഞ്ഞ് ആലോചിച്ചിരുന്നപ്പോ തിയറി ഹെൻറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അതായത് ഒരു പ്രശസ്ത ഷെഫ് പറയുന്ന പോലെ, ഇതാണോ ക്വാളിറ്റി അല്ലെ, ഇതാണോ ഫുട്ബോൾ? ഒരു ചാമ്പ്യൻസ് ലീഗിലെ സെമി ഫൈനൽ എന്ന് പറയുമ്പോ രണ്ട് ടീമിനും ഡിഫെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു മാച്ച്, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഇല്ലാത്ത മാച്ച് ഇതാവണമോ ഒരു എന്താണ് ഒരു ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ എന്ന് തിയറി ഹെൻറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതൊക്കെ ഫുട്ബോൾ ലോകത്തും ആക്ച്വലി ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ നമ്മൾ വല്ലപ്പോഴും ഫുട്ബോൾ കാണുന്നവരും ഒരുപാട് ആഘോഷിച്ച് കണ്ട മാച്ചാണ്. ഐ പേഴ്സണലി എൻജോയ്ഡ് ദ ഗെയിം. അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലെ. ഈ ആഴ്ച PSG വേഴ്സസ് ബയൺ. ഗണേശന്റെ അഭിപ്രായം എന്താണ്? ഇസ് ഇറ്റ് എന്റർടൈനിങ് ഫുട്ബോൾ? ഇസ് ഇറ്റ് 2020 ഫുട്ബോൾ? ഓർ ഒരു ഡിഫെൻസീവ് ക്വാളിറ്റി ഇല്ലാത്ത മാച്ച് ആയിട്ട് തോന്നിയോ? അല്ല, ഞാന് പറയുന്നത് ഇപ്പോ ഡിഫെൻഡിങ് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സോ വൺസ് നമ്മള് ഗോൾ സ്കോറിങ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ ഒരു എൻഡ് ടു എൻഡ് ഗെയിമിൽ നമ്മള് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ഗെയിം എന്ന് പറയുമ്പോൾ ചിലപ്പോ ടീംസ് കൺസർവേറ്റീവ് ആയിട്ട് കളിക്കാൻ ശ്രമിക്കും. എസ്പെഷ്യലി എവേ ഗെയിമില് ഇപ്പൊ ബയൺ അവിടെ പോയി കളിക്കുമ്പോൾ ബയൺ ഗോൾ മേടിക്കാതെ നോക്കും. പക്ഷെ അതൊക്കെ മറന്ന് എവേ ഗെയിമില് ഹോം ടീമിനെ പ്രഷർ ചെയ്യാൻ ട്രൈ ചെയ്തതാണ്. അതായത് അവിടെ തന്നെ പോയിട്ട് ഏകദേശം നമുക്കൊരു നാരോ വിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹോം ഗെയിമിൽ വന്ന് അവർക്ക് തിരിച്ച് പ്രഷർ ചെയ്യാന്നുള്ളൊരു മറ്റേ ഐഡിയയിലാണ് ബയൺ പോയത്. പക്ഷെ അവിടെ പോയി മാറി പിന്നെ അവര് അതായത് ബയന്റെ പ്ലാൻ മൊത്തം പൊളിഞ്ഞു. കൗണ്ടർ ചെയ്യാനായിരുന്നു പ്ലാന്. അവര് മറ്റേ മിഡ്ഫീൽഡേഴ്സും അറ്റാക്കേഴ്സും എല്ലാരും ബോക്സിനകത്ത് വരുമ്പോൾ കൗണ്ടർ ചെയ്യാനായിരുന്നു പ്ലാന്. ആ പ്ലാന് മൊത്തം പൊളിഞ്ഞു. 3 ഗോളൊക്കെ മേടിച്ച് പിന്നെ അവർക്ക് മനസ്സിലായി ഇനി നോക്കിയിട്ട് കാര്യമില്ല, അടിച്ച് പൊളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവര് ഓപ്പൺ ഗെയിം കളിച്ചു. ഇല്ല എന്ന് പറയുന്നില്ല. അവരുടെ വീക്ക് ലിങ്ക്, അതായത് നമ്മളെ കൊണ്ട് അത് എന്താ പറയാ, നമ്മളത് ആ വീക്ക് ലിങ്ക് പിടിച്ച് നമ്മൾ കളിച്ചില്ല. അതായത് നമുക്ക് അതിനനുസരിച്ച് പേസ് ഉണ്ടായിരുന്നില്ല. എറ്റ് ബി സാല ഓർ ഗ്യാക്കോ ആരാവട്ടെ, നമുക്ക് ആ പേസിന് നമ്മൾ കുറെ ബ്രേക്സ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ബ്രേക്സ് ഒന്നും എന്താ പറയാ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ലൂയിസ് ഡിയസും ഒലീസയും ഉണ്ടായിരുന്നു. സോ ഒലീസെ പേസ് ഇല്ലെങ്കിലും ആ ഒരു ഡ്രിബ്ലിംഗ് സ്കിൽ വെച്ച് ന്യൂനോ മെൻഡസിനെയൊക്കെ മറിച്ചിളക്കി. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ഗെയിമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിഫെൻസീവ്, അതായത് ഈ ടൈപ്പ് ഗെയിംസിൽ ഡിഫെൻസീവ് നോക്കുന്നത് മോശമാണ്. അതായത് നമുക്ക് വിട്ടുകളയാം. ഓക്കെ, ഇറ്റ്സ് എ ഹൈലി എന്റർടൈനിങ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ആ ഡിഫെൻസീവ് ഇപ്പൊ നമുക്ക് ഇതിപ്പോ 7-4 7-5 ഇല്ലെങ്കിൽ 8-5 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തെറ്റ് പറയാം. പക്ഷെ ഇതിപ്പോ 5-4 ആണ്. സോ എന്താ പറയാ, കൈൻഡ് ഓഫ് ബാലൻസ്ഡ് ആണ് ഗെയിം അടുത്ത ലെഗിൽ വരുമ്പോ. അപ്പോ ആ ഒരു നാരോ വിൻ ആയതുകൊണ്ട് ആ ഒരു ഡിഫെൻസീവ് സെറ്റപ്പ് ഇല്ലാത്തത് നമുക്ക് എന്താ പറയാ ഒഴിഞ്ഞു വിടാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിടാം. ഹൈലി എന്റർടൈനിങ് ഫുട്ബോൾ ആൾക്കാർക്ക് ഇതാണ് വേണ്ടത്. ഇപ്പോ ജനറൽ ഓഡിയൻസ് ക്രിസ് പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ് ഒന്നും കാണാതെ ഈ സെമി ഫൈനലും നോക്കൌട്ട് കാണുന്നവർ കുറെ ഉണ്ട്. എന്റെ നാട്ടിൽ വരെ ഉണ്ട് ആൾക്കാര്. അപ്പോ ആ ഫാൻസിനെയൊക്കെ നോക്കുമ്പോ ഇറ്റ്സ് എ എന്താ പറയാ അടിപൊളി ഗെയിം, ട്രീറ്റ് ടു വാച്ച് എന്നൊക്കെ പറയില്ലേ. എൻഡ് ടു എൻഡ് ഫുട്ബോളും കുറെ കട്ടിങ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതും അടിപൊളി. ലൈക്ക് തറലി എൻജോയ്ഡ്. കുറെ കാലത്തിന് ശേഷം കുറെ നമ്മള് ബോറിംഗ് ഫുട്ബോൾ എന്നൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഇസ് എ സ്റ്റേജ് ടു പ്ലേ യുവർ ഓൺ സ്റ്റൈൽ. അപ്പോ ക്രെഡിറ്റ് ടു ദ മാനേജേഴ്സ്. എന്തായാലും പ്ലേയേഴ്സിന് അവരുടെ പാട്ടിന് കളിക്കാൻ പറ്റുന്നത്. കമ്പനി ആവട്ടെ ലൂയിസ് എൻട്രിക്ക് ആവട്ടെ
ഇപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് മാച്ച് കോൺഫറൻസിലാണ് അവിടെ പോയിട്ട് 3 ഗോൾ അടിക്കണം എന്നാ പറയാം. ഒരു എവേ ഗെയിമിൽ പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ പോയിട്ട് 3 ഗോളെങ്കിലും അടിച്ചാലേ ജയിക്കാൻ പറ്റുള്ളൂ എന്ന്. നമ്മളെ എവേ ഗെയിം ഗലാട്ടാസറയും പിന്നെ PSG-യിലൊക്കെ എവേ പോയിട്ട് 1 ഗോള് 2 ഗോൾ അടിക്കാനൊക്കെ പാടുപെട്ടിട്ടുണ്ട്. അതായത് അവരുടെ സ്റ്റാൻഡേർഡ് ആണ് 3 ഗോൾസ് മാർജിനിൽ ജയിക്കണം, എന്നാലേ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദേ സെറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ആയി. അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് ഡിഫൻസീവ് സെറ്റപ്പ് ചെയ്യായിരുന്നു, പക്ഷെ കൗണ്ടേഴ്സിൽ മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഡിഫൻഡേഴ്സ് ഐസൊലേറ്റഡ് ആയി. സോ അഗെയിൻസ്റ്റ് ഹൈലി പേസ് വിംഗേഴ്സ് എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ബയൺ കളിക്കുന്നതിൽ നമ്മുടെ ക്ലോപ്പിന്റെ ലിവർപൂളിന്റെ സ്റ്റൈല് അവിടെ കണ്ടു. അതായത് ആ കൗണ്ടർ പഞ്ച് സ്റ്റൈല് നമുക്ക് അവിടെ കാണാൻ പറ്റി. എസ്പെഷ്യലി ഹാരി കെയിന്റെ പ്രസൻസ് ഫെർമിനോയുടെ കളി പോലെ എനിക്ക് തോന്നി. അത് നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ. സോ നമ്മുടെ ഒരു പഴയ കളി കാണുന്ന പോലെ തോന്നി. ഐ ആം സോ ഹാപ്പി. നൈസ് ഗെയിം ആക്ച്വലി. പറഞ്ഞ പോലെ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഞാൻ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു അത് കാര്യം എന്റർടൈനിങ് ആയിരിക്കും, ഗോളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ഡിഫെൻസീവായിട്ടും ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ ഡിഫെൻസീവ് മിസ്റ്റേക്കുകളിൽ നിന്ന് അങ്ങനെ ഗോൾ വന്നു പറയാനുമില്ല. ടാക്ടിക്കൽ അപ്രോച്ചിൽ നിന്നാണ് ഗോളുകൾ വന്നത്. അതായത് ഇപ്പോ ഫ്രീ ആക്കി വെക്കുക, അതുപോലെ ഡേസ് നെയിം അവരൊക്കെ ഒലീസെ ന്യൂനോ മെൻഡസ് ബാറ്റില് അത് യൂഷ്വലി ന്യൂനോ മെൻഡസ് ജയിക്കുന്നതാണ്. ആ ബാറ്റിലൊക്കെ എല്ലാം ഇതിലും അറ്റാക്കേഴ്സ് ആണ് എല്ലാ ബാറ്റിൽസും വിൻ ചെയ്തത്. അതാണ് അതിലുണ്ടായ സംഭവം. അപ്പൊ അത് ആ ക്വാളിറ്റി, ഫോർവേഡ്സിന്റെ ക്വാളിറ്റി ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ടാക്ടിക്കലി വേണമെങ്കിൽ ഇപ്പൊ 5-2 വന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്തായിരുന്നു. ടാക്ടിക്സ് അതനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഇനി ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കണം, അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായില്ല. പിന്നെയും ഗോൾ അടിക്കാനും ഒക്കെയുള്ള ശ്രമം തന്നെയായിരുന്നു. അപ്പൊ അവിടെയൊക്കെയാണ് അത് പ്രശ്നം. കാരണം ഒരു ഫൈനലിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ജയിക്കുക, ഗോളുകൾ അടിച്ചു, ഇനി ജയിക്കുക എന്നുള്ളതാണോ അടുത്ത അത് ജയം ഉറപ്പാക്കുക. പക്ഷെ അതിലേക്ക് പോകാനുള്ള അതിലേക്ക് എത്തിയില്ല. അതൊക്കെയാണ് അതിന്റെ ഒരു ഈ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ എന്റർടൈനിങ് ആണ്. പക്ഷെ അങ്ങനെയാണോ ഫൈനലിലേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ സെമിയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം. ശരിയാ, അങ്ങനെ എന്റർടൈനിങ് ആണെങ്കിൽ ഹെൻറി വേറെ കാര്യം പറഞ്ഞു. ചില ഇത് കഴിഞ്ഞിട്ട് അതെ ഹെൻറി ആഡ് ചെയ്ത് പറയുകയും ചെയ്തു, ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്നതും ഭയങ്കര രസമാണെന്നുള്ള രീതിയിൽ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എന്താ ഒരു സുഖം, കളി കാണുമ്പോൾ സുഖം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻസീവ് ഇത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അത് നമുക്ക് തള്ളിക്കറിയാം. അതെ, അതായത് എനിക്ക് തോന്നിയത് ഇപ്പൊ തിയറി ഹെൻറി പറഞ്ഞതിൽ ഒരു തിയറിറ്റിക്കൽ പോയിന്റ് ഉണ്ട്. അതായത് വെറുതെ അങ്ങ് അറ്റാക്ക് ചെയ്ത് കളിച്ച് 2 ടീമും ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നു, അതാണ് ഫുട്ബോൾ. സത്യം പറഞ്ഞാൽ അതാണ് ഫുട്ബോൾ. ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നു, അവർ ജയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് ഇപ്പൊ സുദീപിനോടും നമ്മളിപ്പം പ്രീമിയർ ലീഗിന്റെ ഒരു ഡിഫെൻസീവ് അല്ല, ഒരു സ്ലോ സ്റ്റൈൽ ഫുട്ബോൾ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരു ബാലൻസ്ഡ് ഫുട്ബോൾ കളിക്കാൻ, അതായത് അറ്റാക്കിങ്ങും ഡിഫൻസും ബാലൻസ് ചെയ്ത് കളിക്കാനുള്ള പ്ലേയേഴ്സ് ഇപ്പോ ടോപ്പ് ക്ലബ്സിൽ ഉണ്ടോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ? അതായത് ഞാൻ പറയുന്നത് ഒരു ടീമിന്റെ സ്ട്രെങ്ത് വെച്ച് കളിക്കുകയാണെങ്കിൽ തന്നെ PSG-ന്റെ സ്ട്രെങ്ത് അവരെ അറ്റാക്കാണ്, ബയേണിന്റെ സ്ട്രെങ്ത്തും അവരെ അറ്റാക്കാണ്. ബോത്ത് ദീസ് ടീംസ് ഇപ്പം നമ്മൾ യൂറോപ്പിൽ ഏറ്റവും നല്ല 2 ടീം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു you can say it is Bayern and PSG. Arsenal is also there. I'm not discounting Arsenal. പക്ഷെ അവിടെയും you don't have world class quality defenders. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു പഴയ ഇപ്പം ആരാ യുണൈറ്റഡ് ടീം എടുത്താലും you had Rio Ferdinand, you had Vidic, even you മെസ്സിയുടെ ബാഴ്സ, പെപ്പ് ബാഴ്സ എടുത്താൽ you had Puyol, you had Raul Albiol, അല്ലെ? അതായത് ഒരു ടോപ്പ് ക്ലാസ് ഡിഫൻസ് 2 ടീമിനും ഇല്ല സത്യം പറഞ്ഞ. PSG-ന്റെ കയ്യിൽ ഇപ്പൊ ആരാ വേൾഡ് ക്ലാസ് ഡിഫൻഡർ എന്ന് പറഞ്ഞ? ഇപ്പം ഇവനുണ്ട്, നമ്മുടെ മാർക്കിന്യോസ് ഉണ്ട്. എന്താ DS നമുക്ക് കാണാൻ പറ്റും. അതാ ഞാൻ പറയുന്നത്. സോ
അപ്പൊ ഈ കോച്ചസിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ ബെസ്റ്റ് പ്ലേയേഴ്സ് ആർ ദിയർ ഫോർവേഡ് പ്ലേയേഴ്സ്. ഇപ്പം ഈവൻ യു ക്യാൻ സേ ദാറ്റ് ആർസണൽസ് ബെസ്റ്റ് പ്ലേയേഴ്സ് ആർ ഡെക്ലൻ റൈസ്, സലീബ ആൻഡ് ഗബ്രിയൽ. അതുകൊണ്ടാണ് നമ്മുടെ അർട്ടേറ്റൻ അതിൽ ഊന്നിക്കൊണ്ട് കളിക്കുന്നു. എനിക്ക് തോന്നണതേ അതിലൊരു കാര്യം, ഈ ഇപ്പോ ഓരോ ക്ലബ് പ്ലേയിങ് സ്റ്റൈലില് ഈ ഫ്രണ്ടിന്ന് പ്രസ് ചെയ്ത് കളിക്കുന്ന ടീമുകള് അവര് ഡിഫൻസ് ഒക്കെ മിഡ്ഫീൽഡും പ്രസ്സുക, മറ്റൊരു പാസ് ചെയ്യലും ഇതൊക്കെയാണ്, കയറി നിൽക്കുക, പേസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇപ്പോ ആർസണലിന്റെ ടോട്ടൽ ഡിഫറെന്റ്. അത് കാരണം തന്നെ അവരുടെ സെൻട്രൽ ബാക്സ് അങ്ങനെയുള്ള പ്ലേയേഴ്സ് ആണ്. ഗബ്രിയൽ ആയാലും സലീബ ആയാലും അത് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഓരോ ടീമിന്റെ ഒരു സ്റ്റൈൽ. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് VVD ഉണ്ടായിരുന്നു ക്ലോപ്പിന്റെ ആ സമയത്ത്. ഭയങ്കര VVD അപ്പുറത്ത് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സെന്റർ ബാക്ക് ഉണ്ടായിരുന്നു പറയാനില്ല. VVDക്ക് മറ്റേ മൾട്ടിപ്പിൾ ക്വാളിറ്റി ഉള്ള കാരണം അങ്ങനെ നിൽക്കാൻ പറ്റിയ, സ്പീഡും ഒക്കെ ഉള്ള കാരണം, പേസും ഒക്കെ ഉള്ളത്. അപ്പോ അതുകൊണ്ടായിരിക്കും ഈ ടീമിന്റെ പോയിന്റാണ്. ഞാൻ ഈ വീക്കിൽ കുറെ പോഡ്കാസ്റ്റ് ഈ മാച്ചിനെ കുറിച്ച് ഒരു കണ്ടപ്പോൾ പറഞ്ഞ, നമ്മൾ ഓഫ് ടോപ്പിക്കാ പോകുന്ന കാര്യം, നമ്മൾ മാച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോ VVDക്ക് ഫ്രണ്ടില് ഫെബീനിയോ ഉണ്ടായിരുന്നു, ഹെൻഡർസൺ ഉണ്ടായിരുന്നു, ജോൺ ടെറിക്ക് ഫ്രണ്ടില് മാക്കലേലി ഉണ്ടായിരുന്നു, കുറെ നല്ല എസിയൻ ഉണ്ടായിരുന്നു. ഇഫ് യു ലുക്ക് അറ്റ് നമ്മുടെ യുണൈറ്റഡ്, ദേ ഹാഡ് യുവർ കാരിക്, ദേ ഹാഡ് യുവർ ആ ഒരു ഷീൽഡ് ഉണ്ടായിരുന്നു. ഇപ്പം ലിവർപൂളിനും ഇല്ല. ലുക്ക് അറ്റ് ഹൗ ഡെക്ലൻ റൈസ് ഇസ് ഹെൽപ്പിംഗ് ഈ രണ്ട് പ്ലേയേഴ്സ്, സലീബ ആൻഡ് ഗബ്രിയൽ. ഒരു നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഉള്ളത് കൊണ്ട് ഇറ്റ് മേക്സ് യുവർ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ലുക്ക് ബെറ്റർ. ബട്ട് യു ലുക്ക് അറ്റ് ഇപ്പത്തെ ബയേണിന്റെ കിമ്മിച്ച്, ഓക്കെ ടു എൻ എക്സ്റ്റെന്റ്, ബട്ട് ഇവരുടെ PSG-യുടെ 3 പേരും ബോൾ പ്ലേയിങ് പ്ലേയേഴ്സാ. അവര് വേറെ വിറ്റീനിയ ആണെങ്കിലും മെഡ്രിഡിലാണെങ്കിൽ പോലും കാമിംഗ, ചൂമേനി, ഇവരെല്ലാരും ദേ ആർ നോട്ട് ടെക്നിക്കലി പ്ലേയിങ് ദാറ്റ് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ അല്ല കളിക്കുന്നത്. സോ ആ ഒരു ബെനിഫിറ്റ് ഈ ഫുട്ബോളിൽ നിന്ന് നമ്പർ 10 പോയ പോലെ തന്നെ ഇത് നല്ല ഡിബേറ്റ് ആണ് കേട്ടോ. കാരണം എന്താ പറയുക, ഫുട്ബോളിൽ നിന്ന് നമ്പർ 10 പോയ പോലെ തന്നെ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ പോയിക്കൊണ്ടിരിക്കുകയാണോ? അത് നല്ലൊരു ടോപ്പിക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈവൻ ദോ നമ്പർ 10 കളിക്കാൻ അറിയുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും, അതാണ് അവരുടെ ഫേവറേറ്റ് പൊസിഷൻ എങ്കിലും, അവരെ വേറെ പൊസിഷനിൽ കളിപ്പിക്കുന്ന മാനേജേഴ്സ് ഉണ്ട്. അതാണ് പ്രശ്നം. ഈ ലിവർപൂളിന്റെ കാര്യം എടുത്താൽ തന്നെ എല്ലാ ട്രാൻസ്ഫർ ഡിസ്കഷനിലും DM വേണം എന്ന് പറയും. പക്ഷെ ഈ സ്ലോട്ടിന്റെ കമന്റ്സും സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ലോട്ടിന്റെ ഒഫീഷ്യൽ ലീഗ് വഴി വരുന്ന ടാർഗറ്റ്സ് നോക്കിയാൽ അവരാരും DMs അല്ല. സുബിമെന്റി DM അല്ല. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പ്ലെയർ ആരാണ്? മിഡ്ഫീൽഡിൽ നമ്മൾ ആരും നോക്കിയിട്ടില്ല അല്ലെ? അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഗ്രാവൻബർഗ് അല്ല. ആ ഒരു ചേഞ്ച് ഷിഫ്റ്റ് വരുന്നോണ്ട് മാച്ചസ് വിൽ ബിക്കം മോർ ആൻഡ് മോർ അറ്റാക്കിംഗ് ഇൻ യൂറോപ്പ്. പക്ഷെ പ്രീമിയർ ലീഗിൽ അങ്ങനെയല്ല. പ്രീമിയർ ലീഗിൽ പക്ഷെ ഇറ്റ് ഹാസ് മോർ ടു ഡു വിത്ത് ദ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, ഐ ഫീൽ, അല്ലെ? ആർസണലിന്റെ സ്റ്റൈൽ ഫുട്ബോൾ നല്ല ടോപ്പിക്കാണ്. കാരണം ഈ സമ്മറിൽ ഒരുപാട് ടീംസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് ഹാസ് എ പ്യോർ കാസമിറോ ഇസ് മോർ ഓർ ലെസ് എ പ്രോപ്പർ DM, ബട്ട് ഹി ഈസ് ഓൾസോ പ്ലേയിങ് ഒരു എന്താ പറയാ, അത്ര ഒരു ഡബിൾ പിവറ്റിൽ അധികം കളിച്ച് ഞാൻ കണ്ടിട്ടില്ല പുള്ളി. ബ്രൂണോ ഇപ്പം കാരിക്ക് വന്ന ശേഷം ബ്രൂണോ കംപ്ലീറ്റ്ലി ഒഫൻസീവ് ആയതുകൊണ്ട് പുള്ളി കുറച്ച് സിറ്റ് ബാക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഉഗാർട്ടെ അവിടെ കളിച്ചിട്ടേ ഇല്ല. ഹി ഈസ് ആക്ച്വലി എ DM. ലോട്ട് ഓഫ് നല്ല ടോപ്പിക്കാണ്. ശരി, ടോപ്പിക്കാണ്. നമുക്ക് ട്രാൻസ്ഫേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഡിസ്കഷനിലേക്ക് പോകാനുള്ള അത് വരുന്നുണ്ട് എന്തായാലും. ജെയ്മി കാരഗറാ പറഞ്ഞത്. ജെയ്മി കാരഗർ വാസ് ടോക്കിംഗ് അബൌട്ട് ഓൾ ദ ഗ്രേറ്റ് ഡിഫെൻസീവ് പാർട്ട്ണർഷിപ്പ് ഹാഡ് എ വേൾഡ് ക്ലാസ് DM in front of them. സോ യാ, അപ്പോ അങ്ങനെ ആ മാച്ച് രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും
രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും ഐ തിങ്ക് എവറിബഡി വിൽ ട്യൂൺ ഇൻ ഫോർ സെക്കൻഡ് ലെഗ്. ആ അതെ, സെക്കൻഡ് അതെ, ലെഗിന് അതെ. വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ഉറപ്പായിട്ട് ആണ്. കാണും. യെസ്. ദ സെക്കൻഡ് മാച്ച് ആർസണൽ അത്ലറ്റിക്കോ, ഒരുപാട് ട്രോളുകളും ഒരുപാട് മീംസും ഇറങ്ങിയിരുന്നു, ഹറാം ബോൾ ഹലാൽ ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ദ ഗെയിം വാസ് നോട്ട് ദാറ്റ് ബാഡ്. ദ ഗെയിം ഹാഡ് ഇറ്റ്സ് moments and I think Atletico Madrid second half-ല് first 20 minutes were excellent. ഞാൻ അപ്പൊ വിചാരിച്ചത് they will capitalize and score. പക്ഷെ സിമിയോണി അവിടുന്ന് വലിഞ്ഞു and Arteta went for it. He put on നമ്മുടെ ജീസസ്, he put on എസെ. ഒരു പെനാൽറ്റി അവൾക്ക് കിട്ടേണ്ടതായിരുന്നു. പ്രീമിയർ ലീഗിൽ അതൊരു പെനാൽറ്റി ആണ്, പക്ഷെ പ്രീമിയർ ലീഗിൽ അത് കിട്ടിയാണ്. ഞാനത് കണ്ടു, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല. ഞാൻ പറയുന്നത് പ്രീമിയർ ലീഗില് റെഫറി അത് കൊടുത്ത സ്ഥിതിക്ക് ദ വാർ വുഡന്റ് ഹാവ് ഓവർടേൺഡ് ഇറ്റ്. പക്ഷെ മറ്റേ ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് മെക്കാലിസ്റ്ററിനെ പാച്ചോ വീഴ്ത്തിയത് ഇതേ ഫൗളായിരുന്നു. ഫസ്റ്റ് പെനാൽറ്റി കിട്ടിയ ഫൗൾ ഓർമ്മയുണ്ടോ? നമുക്ക് കിട്ടിയില്ല. മെക്കാലിസ്റ്റർ പെനാൽറ്റി ബോക്സിനകത്ത് വീണു. ഗ്യോക്കേറസിന് അതേ ടൈപ്പ് ഫൗളാണ് ചെയ്തത്. അതായത് സ്പേസ് കൊടുക്കാതെ നിൽക്കുന്നത്, എന്നിട്ട് ബോഡിയിലേക്ക് പ്രഷർ കൊടുക്കുക. ഇതേ തന്നെയാണ് പാച്ചോ മെക്കാലിസ്റ്ററിനോട് ചെയ്തത്. നമുക്ക് അവിടെ പെനാൽറ്റി കിട്ടിയിട്ട് അത് ഓവർടേൺ ചെയ്തു, ഇവിടെ കൊടുത്തു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അത് ബാലൻസ് ആയി പോയി എന്ന് വേണം പറയാൻ. ഒരു റെഫറി കൊടുത്തു, ഒരു റെഫറി കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി അത് പെനാൽറ്റി ആയിട്ട് തോന്നിയില്ല, സത്യം പറയാം. പെനാൽറ്റി കൊടുത്തതാണോ? പെനാൽറ്റി കൊടുക്കാത്തത് കുറിച്ചാണല്ലോ. എനിക്ക് തോന്നിയില്ല. ഞാൻ കുറെ റീപ്ലേയും ക്ലോസപ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അങ്ങനെ കോൺടാക്ട് ഇല്ല. അത് ഓവർടേൺ ചെയ്യില്ലെന്ന് വിചാരിച്ചു. അല്ല, പക്ഷെ അതിന് നമുക്കും പെനാൽറ്റി കൊടുത്തിട്ടാണല്ലോ പോയി മോണിറ്റർ നോക്കിയിട്ട് ഓവർടേൺ ചെയ്തേ. അല്ല, പെനാൽറ്റി കൊടുക്കാണ്ടിരുന്നപ്പോ കൊടുത്തു കഴിഞ്ഞപ്പോ സംശയം വന്നു അത് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പൊ അത് നോക്കിയതാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ കോണ്ടാക്ട് വളരെ മിനിമലാണ്. മാത്രല്ല അതിൽ ആ കൺട്രോളിലില്ല, ബോള് എസയുടെ കൺട്രോളിലില്ല. എന്തായാലും 2 സ്റ്റെപ്പ് വെച്ചാലും പന്ത് കിട്ടില്ല, പന്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡൈവ് പോലെയും കൂടിയാ. ഡൈവ് എന്ന് മുഴുവൻ പറയാനില്ലെങ്കിലും കോണ്ടാക്ട് വരുത്താൻ നോക്കുകയായിരുന്നു എസെ. മേത്തിക്ക് ചെന്ന് കാല് മുട്ടിച്ച് താഴെ കോണ്ടാക്ട് പ്രോപ്പർ ആയിട്ട് വന്നില്ല എന്ന് മനസ്സിലായപ്പോ മറ്റേ കാലിലടിച്ച് വീഴുകയാണ് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ്. ഗെയിം വാസ് നോട്ട് ബാഡ്, ദ ഗെയിം വാസ് ഗുഡ്. അല്ല, ഞാൻ പറയേണ്ട ആ ഒരു പോയിന്റ് ആണ്. കാരണം എല്ലാരും ഇങ്ങനെ ട്രോൾ ചെയ്തു, രണ്ട് ടീമും ഡിഫെൻസീവ് ചെയ്ത് കളിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആർസനൽ നല്ലൊരു ഇത്രയും ഈ സീസണിൽ കളി കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്പൺ ഗെയിം അതായത് ഷോട്ട്സ് എടുത്ത് കളിച്ചത്, വിംഗേഴ്സിനെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുക, അതുപോലെ കട്ടിങ് ചെയ്യുക. സോ കുറെ എന്താ പറയാ ഡിഫറെന്റ് ലെവൽസ് ഓഫ് അപ്രോച്ച് കണ്ടിരുന്നു, എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്നൊക്കെ. സോ മേ ബി ഈ ട്രോൾസ് എന്നൊക്കെ ട്രോളൊക്കെ കണ്ടിട്ട് മര്യാദയ്ക്ക് കളിക്കാൻ തീരുമാനിച്ചതായിരിക്കും ഞാൻ വിചാരിച്ചു. കാരണം വെച്ചാൽ ഡിഫെൻസീവ് സെറ്റപ്പ് ഒക്കെ കുറച്ച് പാളിയിരുന്നു ആക്ച്വലി. സിമ്പിളായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് അകത്ത് കയറി അടിക്കാനൊക്കെ നോക്കി. ആ ഗ്രീസ്മന് ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗ്രീസ്മൻ മര്യാദയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ മറ്റേ അത്ലറ്റിക്കോ മാഡ്രിഡിന് മര്യാദയ്ക്ക് റിസൾട്ട് കിട്ടുമായിരുന്നു. സോ അതായത് ഈ ട്രോള് കാരണം, മേ ബി ഈ ഒരു പ്രഷർ കാരണം ഓപ്പൺ ഗെയിം കളിച്ചു അർട്ടറ്റ ഫൈനലി. ഗ്രീസ്മനേക്കാളും എനിക്ക് കുറച്ചുകൂടി താഴെ പോയത് ലുക്മാൻ ആയിരുന്നു. ലുക്മാന് നല്ല ചാൻസുകൾ കിട്ടിയത്. ലുക്മാൻ യൂഷ്വലി നന്നായിട്ട് കളിച്ചിരുന്നു. അതിന്റെ റീബൗണ്ട് ഗ്രീസ്മന് കിട്ടി, അത് പുറത്തുപോയി. അതെന്തായാലും ആൽവാരസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആൽവാരസ് ഫുൾ 100% ആയിരുന്നില്ല എന്നുള്ളൂ. ഇടയ്ക്കൊക്കെ ലിംപി ഉണ്ടായിരുന്നു. രണ്ട് മാനേജേഴ്സും ഇതേ കഥയാണ്. പ്ലേയേഴ്സ് ഫുൾ ഏകദേശം ഫിറ്റ് ആയത് നോക്കും, പെയിൻ കില്ലർ കൊടുത്ത് കളിപ്പിക്കും. രണ്ട് മാച്ചിന്റെയും റിസൾട്ട് ഷുവർ അല്ല. സോ ഇറ്റ് വിൽ ബി സെക്കൻഡ് ലെഗ് ഇസ് വെരി റെലവെന്റ്. ഒരു ഫസ്റ്റ് ലെഗില് ഒരു ടീം അങ്ങ് ജയിച്ച് ഇറലവെന്റ് സെക്കൻഡ് ലെഗ് ഇല്ല. സോ ബോത്ത് മാച്ചസ് വിൽ ബി ഗുഡ്. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ us to come to our main topic. One of the games of the season, be it any season,
അവേ അറ്റ് ഓൾഡ് ട്രാഫോർഡ്. ഒരു എത്രയോ വർഷത്തിന് ശേഷം ഒരു ഇൻഫോം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കുറെ റൂമേഴ്സ് ഉണ്ട്. ഇറയോള യുണൈറ്റഡിന്റെ മാനേജർ ആവുമെന്ന് പറയുന്നുണ്ട്. കാരിക്ക് കണ്ടിന്യൂ ചെയ്യുന്നു പറയുന്നുണ്ട്. യുണൈറ്റഡ് പ്ലേസ് വെരി ഓപ്പൺ ഗെയിം. ദേ വൺ അറ്റ് ആൻഫീൽഡ്. നമ്മള് ലിവർപൂളിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ് ടു പ്ലേ ഫോർ. ബട്ട് തേർഡ് പ്ലേസ്, പ്രൈഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ട്. ഒരാഴ്ച ഒരു പണിയും ഇല്ലാണ്ട് പ്ലേയേഴ്സ് ഇരിക്കുമ്പോൾ നല്ലവനായ സ്ലോട്ട് പ്ലേയേഴ്സിന് ലീവൊക്കെ കൊടുത്ത് എല്ലാവരും ദുബായിലും അബുദാബിയിലൊക്കെ ഉണ്ടെന്ന് കേട്ടു ഞാൻ. ഐ ഡോണ്ട് നോ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ദിസ് ഗെയിം. എനിക്ക് തോന്നുന്നത് പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. അത് എനിക്ക് ഏറ്റവും വലിയ മിസ് സല ഇല്ലാത്തതാ. അത് മാത്രല്ല, സലയുടെ അവസാനത്തെ മാച്ചാണല്ലോ യുണൈറ്റഡ് ആയിട്ടുള്ള. എന്തായാലും പോവാണ് യുണൈറ്റഡ് ആയിട്ടുള്ള ഓൾഡ് ട്രാഫേർഡില് സല ഒരു ഗോളൊക്കെ അടിച്ച് ജയിപ്പിക്കാനുള്ള ഒരു ഇതിലൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം റോബർട്ട്സിനൊക്കെ ഗോൾ അടിച്ചു ആൻഫീൽഡില് അവസാനത്തെ ഒരു ഗോള്. അതുപോലെ തന്നെ സലയ്ക്കും ഒരു ഫൈനൽ ആ മൊമെന്റ്സിൽ, നമ്മുടെ ക്ലബിന്റെ കൂടെയുള്ള ഫൈനൽ മൊമെന്റ്സിൽ ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു ഒരു മാച്ച് കളിക്കാനുള്ള. നല്ല ഒരു ബിഗ് ഗെയിം ആണല്ലോ. അപ്പൊ അതൊന്ന്. രണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ തേർഡ് പ്ലേസിനുള്ള മാച്ച് ഇത് തന്നെയാണ് അതിൽ ഇമ്പോർട്ടന്റ്. നമുക്ക് നല്ല ഒരു സ്കോറിന് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തേർഡ് പ്ലേസിലേക്ക് കയറാൻ പറ്റും. എന്തായാലും വലിയ സ്കോറിലൊന്നും ജയിക്കാനുള്ള സാധ്യത ഒന്നും നമുക്ക് കാണുന്നില്ല. എന്തായാലും ജയിക്കണം, അതോ ആണ് വേറെ. പിന്നെ ഉള്ള കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത സീസണായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ മാച്ചിൽ കാണുന്നത്. ഇപ്പോ വേർഡ്സും ഇസാക്കും തമ്മിലുള്ള കെമിസ്ട്രി എത്ര ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഒരുമിച്ച് ഇങ്ങനെ അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നല്ലേ ഉള്ളൂ, ഒരുമിച്ച് കളിച്ച് വരുന്നുള്ളൂ. അപ്പൊ അത് എത്ര ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ് അവർ. പല കാര്യങ്ങളും ട്രെയിനിങ്ങിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും. റൺസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവര് തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവും എന്തായാലും അറ്റാക്കിംഗ് പ്ലേയേഴ്സ്. അപ്പൊ അതിലൊക്കെ എത്രയൊക്കെ വ്യത്യാസങ്ങള് നമുക്ക് മാച്ചിൽ കാണാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ റിയോ ഒരു സബായിട്ട് വന്ന ഒരു ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാച്ചായിട്ട്, നല്ല മാച്ചായിട്ട് തോന്നുകയാണ്. സ്ലോട്ടിന് എന്തായാലും ഈ സ്ലോട്ട് ഞാൻ അടുത്താണ് കണ്ടത്. ഈ പുതിയതായിട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഓൾഡ് ട്രാഫോർഡിലുള്ള അവേ മാച്ച് ആൾ ജയിച്ചു. ഇത് രണ്ടാമത്തെ അവേ മാച്ചാ സ്ലോട്ടിന് ഓൾഡ് ട്രാഫോർഡിലുള്ള മാച്ച്. അപ്പോ വീണ്ടും ജയിക്കുകയാണെങ്കിൽ അങ്ങനെ ആദ്യം ലിവർപൂൾ മാനേജേഴ്സ് ചെയ്തിട്ടില്ല. ആദ്യത്തെ 2 മാച്ചുകൾ ഓൾഡ് ട്രാഫോർഡിൽ പോയി ജയിക്കുക എന്നുള്ളത്. അപ്പൊ സ്ലോട്ടിന് അതിനുള്ളൊരു നല്ല ചാൻസാ. അവിടെ ചെന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷേവ് ചെയ്തു. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്. ഇന്ന് പ്രസ് കോൺഫറൻസ് കണ്ടു കഴിഞ്ഞപ്പോ സ്ലോട്ട് ഫുള്ള് താടി ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഓൾറെഡി ഷേവ് ചെയ്യുകയും ചെയ്തു. താടി വളർത്താനുള്ള വല്ല പരിപാടി ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ അതിലേക്ക് കിടക്കണം. എന്താണ് മാച്ച്? നമുക്ക് നമ്മളിപ്പോ സീസൺ റെലഗേഷൻ ആണെങ്കിലും മിഡ് ടേബിൾ ആണെങ്കിലും യുണൈറ്റഡിന്റെ കൂടെ കളിക്കുന്നത് വല്ലാത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ചാണ്. അവരെ എന്ത് കപ്പടിച്ചില്ലെങ്കിലും യുണൈറ്റഡിന്റെ കൂടെ ജയിക്കണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു വാശിയേറിയ മാച്ചാണ് സംഭവം. അപ്പോ സീസണിന്റെ ഏത് സ്റ്റാൻഡേർഡിൽ വേണമെങ്കിൽ കേട്ടത്. അപ്പൊ നമ്മളിപ്പോ ടോപ്പ് 4 ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 3 എത്താൻ പറ്റും എന്നുള്ളത് തന്നെ നമ്മൾ ആരും അധികം വിചാരിച്ചില്ല, എക്സെപ്റ്റ് സുദീപ്. ടോപ്പ് 3 എത്താൻ പറ്റുന്ന സുദീപ് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പോ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഫുൾ ത്രോട്ടിൽ ഗെയിം കളിക്കുക, ജയിക്കാൻ നോക്കുക. ഈ പറയുന്ന പോലെ സാല ഇല്ലാത്തത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കളിക്കാൻ വേറെ പ്ലേയേഴ്സ് ഉണ്ട്. മിഡിനെ പരമാവധി യൂസ് ചെയ്ത് കളിക്കുക. ജോൺസ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്രിപ്പോങ് കളിക്കും. സോ അങ്ങനെ കുറെ നമുക്ക് ചേഞ്ചസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പൊ ഉണ്ട്. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ പറ്റണം. വി പ്ലേഡ് കൈൻഡ് ഓഫ്
എന്താ പറയാ, നമ്മൾ അധികം ക്രിസ്റ്റൽ പാലസിനോട് മര്യാദ കളിച്ചില്ലെങ്കിൽ നമ്മൾ അടിക്കേണ്ട ഗോളുകൾ അടിച്ചു. സോ അതുപോലെ കളിച്ചാൽ അവന്മാര് പണി തരും, ഉറപ്പാണ്. സോ മര്യാദക്ക് കളിക്കണം, പ്രോപ്പർ ഡിസ്പ്ലേ ബേസിക്സ് ഒക്കെ മര്യാദക്ക് ചെയ്ത് നന്നായിട്ട് കളിക്കണം. സാല ഇല്ലാത്തത് വല്ലാത്തൊരു അടിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ലാസ്റ്റ് ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡെർബി റൈവൽ മാച്ചിന് ഇല്ലാത്തത് വളരെ മോശമാണ്. കുഴപ്പമില്ല, എന്തായാലും സീസൺ കഴിയുന്നതിന് മുന്നേ കളിക്കാൻ ഉണ്ടാവുന്ന സ്ലോട്ട് പറഞ്ഞ് അത് തന്നെ ഒരു വലിയൊരു ഒരു പോസിറ്റീവാണ്. നമുക്ക് മര്യാദയ്ക്ക് ഒരു സെൻഡ് ഓഫ് കൊടുക്കാൻ പറ്റും ആഫ്റ്റർ പ്ലേയിങ് എ ഗെയിം. അല്ലാതെ വെറുതെ ചുമ്മാ ഗാലറിയിൽ ഇരുന്നിട്ട് സെൻഡ് ഓഫ് കൊടുക്കുന്നത് ശരിയല്ല. സോ ആക്ച്വലി ഈ സീസണിൽ തന്നെ നമുക്ക് ഇപ്പൊ ഒരു കപ്പ് കിട്ടുന്ന ഗെയിം പോലെ കരുതിയിട്ട് വേണം ആ കളി കളിക്കാൻ, ഒരു ഫൈനൽ പോലെ. തേർഡ് പ്ലേസ് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും അങ്ങനെ കളിച്ച്. വേറൊരു ഇതും കൂടി ഉണ്ട് ഈ മാച്ചിന്റെ. ഒരു കാര്യം വേറെ ഈ സീസണില് 50 മാച്ച് കളിച്ച് നമുക്ക് വേണ്ടി കളിച്ചത് ഒരു പ്ലെയറേ ഉള്ളൂ, VVD 51 മാച്ച് എത്തിയായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് സൊബോസ്ലൈ 50 അടിക്കാൻ പോവാ. ഈ മാച്ചും കൂടി കളിച്ചു കഴിഞ്ഞാൽ സൊബോസ്ലൈ 50 മാച്ചുകൾ കളിക്കുന്ന പ്ലെയർ. ജസ്റ്റ് ആഡ് ചെയ്തു പ്രസ് കോൺഫറൻസിന്റെ സമയത്ത് ഇങ്ങനെ ശരിക്കും attacking wise I think we'll get chances because United plays very open game. അവര് ഒന്ന് പോസിറ്റീവ് ഫുട്ബോൾ കളിക്കുകയാണ് കാരിക്കിന്റെ കൂടെ. എന്റെ ടെൻഷൻ ഡിഫെൻസീവ് ആണ്. ഗ്രാവൻബർച്ചും whoever is playing, McAllister, Szoboszlai, whoever is playing in the middle, ബ്രൂണോനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഐ തിങ്ക് ദാറ്റ് ഈസ് വേർ ദ ഗെയിം വുഡ് ബി. കാരണം ബ്രൂണോ ആണ് യുണൈറ്റഡിന്റെ ഹാർട്ട്. ആൻഡ് പുള്ളി ഒരു റെക്കോർഡിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ എംബോമോനെ, കുഞ്ഞ, സെസ്കോ, whoever is playing, രണ്ട് കാര്യങ്ങൾ വിൽ ബി അണ്ടർ പ്രഷർ. ഒന്ന് ബ്രൂണോനെ കൺട്രോൾ ചെയ്യുന്ന 2 സെറ്റ് പീസസ്. ഐ തിങ്ക് ദേ വെരി വെരി ഗുഡ് അറ്റ് സെറ്റ് പീസസ്. ഈ സീസൺ ലാസ്റ്റിൽ കഴിഞ്ഞിട്ട് യുണൈറ്റഡ് ആർ one of the teams who scored a lot of goals in set pieces, especially Casemiro corners is very 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 effective. ഈ രണ്ട് എനിക്ക് ഈ മാച്ചിൽ അറ്റാക്കിംഗ് എസ്പെഷ്യലി അങ്ങനെ പറയല്ലെങ്കിലും ഒരു 75% ഫിറ്റ് ഇസാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. If we create half the chances that we create for Ekitike, Isak will score one of them. So ആ ഒരു സാധനം ഇസാക്കും വേർഡ്സും ഇപ്പം റിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോർവേഡ്സ് വിൽ ക്രിയേറ്റ്. യുണൈറ്റഡിന്റെ പിച്ചിന്റെ സൈസ് ഒക്കെ വെച്ചിട്ട് യുണൈറ്റഡിന്റെ പിച്ചിന്റെ സൈസ് ഒക്കെ വെച്ചിട്ട് വി വിൽ ഗെറ്റ് ചാൻസസ്. ബട്ട് ഡിഫെൻസീവ്ലി എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം യുണൈറ്റഡ് ആർ പ്ലേയിങ് റിയലി റിയലി ഗുഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ. അവരുടെ വിങ്ങേഴ്സിന് നല്ല പേസ് ഉണ്ട്, നല്ല ട്രിക്കറി ഉണ്ട്. സോ നമ്മൾ എത്രത്തോളം കൊണാട്ടെ, വാൻഡൈക്ക്, ഐ തിങ്ക് റോബർട്ട്സൺ മേ സ്റ്റാർട്ട് അഹെഡ് ഓഫ് കർക്കേസ്. ഐ തിങ്ക് ആസ് എ സെൻഡ് ഓഫ് പ്രോബബ്ലി. എന്നാൽ കർക്കേസ് ആണെങ്കിൽ പോലും ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. ആൻഡ് ഫ്രിംപോങ് വിൽ ഫേസ് എ ബിഗ് പ്രോബ്ലം വിത്ത് കൂനിയ ആസ് വെൽ. ആ രണ്ട് ഡിഫൻസ് ഏതാ ഇഞ്ചുറി ആണോ? ഓ സോറി കഴിഞ്ഞ കളികൾ കളിച്ചിരുന്നില്ല. നമ്മുടെ കളി കളിക്കുമെന്ന് അറിയില്ല. ഈവൻ അമാദ് ഫോർ ദാറ്റ് മാറ്റർ അവർ കറക്റ്റ്. ഈ അമാദ് ആൻഡ് എംബോമെന്ന് കളിക്കുമ്പോ അവരിങ്ങനെ വിങ് ചേഞ്ച് ചെയ്ത് കളിക്കാറുണ്ട്. സോ കറക്റ്റ് അമാദ് ഇസ് നോട്ട് ഗുഡ്. ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചിട്ട് അമാദിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് നല്ല ക്രിയേറ്റിവിറ്റി വരുന്നത്. രണ്ടുപേരും ക്രോസ് ചെയ്യും. ചെസ്കോ ആണെങ്കിൽ ഈ ലൈറ്റ് ഹൗസ് പോലെ ഹൈറ്റും ഉണ്ട്. സോ അതാണ് ഏറ്റവും വലിയ റിസ്ക്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്രാൻസിഷൻ, അവരുടെ കൗണ്ടർ അറ്റാക്കും ചാൻസസ് ക്രിയേറ്റ്, പേസിൽ അവർക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ബ്രൂണോ, ഡിഫൻസ് ആണ് നമ്മുടെ പ്രശ്നം. ഒരു കാര്യം കൂടി ഉള്ളതേ, അവരുടെ യുണൈറ്റഡിന്റെ ഒരു പ്ലെയർ ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, ഡോർഗോ. കഴിഞ്ഞ കളി സ്റ്റാർട്ട് ചെയ്തില്ല, ബെഞ്ചിലുണ്ടായിരുന്നു, ഇറങ്ങിയില്ല എന്ന് തോന്നുന്നു, കുറച്ച് മിനിറ്റ്സ് കളിച്ചോ. ഡോർഗോ സെക്കൻഡ് ഹാഫിലൊക്കെ ഇറങ്ങാനുള്ള ചാൻസ്. ഡോർഗോ ഒരു ഡിഫറെന്റ് ഈ കളി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാല് അവര് ഈ ലുക്സോനെ പട്ടിപ്പണി എടുപ്പിക്കില്ലേ. ലുക്സോ വരെ ഇഞ്ചുറിയാണ്.
ഡേഞ്ചറസ് പ്ലെയർ ആണ്. ആ ഡോർഗു ഉള്ളിലേക്ക് കയറി കളിക്കും. ഡോർഗു പൊസിഷൻ ഹെവൻ മെഗ്വയർ അങ്ങനെയായിരിക്കും കളിക്കുക ലാസ്റ്റ് ഫോർത്ത് ബാക്ക്. ഡോർഗു ഹെവൻ മെഗ്വയർ പിന്നെ ഡാലോട്ട് അല്ലെങ്കിൽ മത്സരമായി. കാരണം ഈ ഡോർഗു മാച്ച് ശരിക്കും പ്രീമിയർ ലീഗിന് ഇഞ്ചറി വരുന്ന വലിയ സമയത്ത് നഷ്ടമാണ്. ഇഞ്ചറി വരുന്ന സമയത്ത് കിട്ടില്ല കളിയായിരുന്നു. ആ സമയത്ത് ഒരു യെസ് യെസ് ബോക്സിന്റെ അവിടേക്ക് ഓടി വന്നിട്ട് കട്ട് ഇൻ ചെയ്തിട്ടൊക്കെ അവിടുന്ന് അടിച്ച കിടിലൻ ഗോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അപ്പൊ ഫ്രിംഗ്പോങ് ഒക്കെയാണ് നിക്കണെങ്കിൽ ഇയാള് പൊസിഷൻ മാറുന്നതനുസരിച്ച് കൂടെ പോയി അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പ്രശ്നം വരാറുണ്ട് പ്ലേയേഴ്സ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. ഈ മാച്ച് ശരിക്കും പ്രീമിയർ ലീഗിന് വലിയ നഷ്ടമാണ്. കാരണം ഇത്രയും ഹൈ പ്രൊഫൈൽ മാച്ച് ഇസ് ടെക്നിക്കലി ഇൻകോൺസിക്വൻഷ്യൽ. ഈ മാച്ച് ഒരു 3 ആഴ്ച മുന്നേ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ടോപ്പ് 4 ഷോഡൌൺ. ഇതിപ്പോ ടോപ്പ് 5-മായി ശരിക്കും യുണൈറ്റഡ് ലിവർപൂൾ ഇൻകോൺസിക്വൻഷ്യൽ. അതിനെക്കൊണ്ട് ഈ മാച്ചിനെ കൊണ്ട് ശരിക്കും ലീഗിന് ഒരു ഗുണവുമില്ല. ഇനിയിപ്പം വരാൻ പോകുന്ന ചെൽസി ലിവർപൂൾ ഗെയിം ഓൾസോ ഇസ് ഓൾമോസ്റ്റ് സെയിം. വളരെ ഒരു ലൂക്ക് വാം മാച്ചായി മാറി. വളരെ ലേറ്റ് ആയി പോയി ഈ മാച്ച് അല്ലെ. മെയ്യിലൊക്കെയാണ് യുണൈറ്റഡ് ലിവർപൂൾ പൊതുവെ ഉണ്ടാവാറില്ല. ഒരു ഫെബ്രുവരി ജനുവരി തന്നെ ചിലപ്പം ഒരു നേരത്തെ തന്നെ ഉണ്ടാവും, മാർച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ ദിസ് ഇസ് ഫാർ ടു ലേറ്റ്. പ്രഡിക്ഷൻ Prediction 1-2 Liverpool. ഞാൻ ഗോയിങ് വിത്ത് 1-1 draw. Okay. 2-2 draw. I'm going for 2-2 draw. Isak and Gakpo to score. I think Sesko and probably Mbeumo will score. Okay, we have McAllister. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കോണർ ബ്രാഡ്ലി തിരിച്ച് ട്രെയിനിങ് സെന്ററിൽ വന്നു തുടങ്ങി. ലിയോണി ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യുന്ന പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പഴയ പ്ലേയേഴ്സ് ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. മാത്രല്ല ബാക്സെറ്റിജിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ? ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ബാക്സെറ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ആരാ റോബർട്ട്സൺ ഒക്കെ ആയിരുന്നില്ലേ? റോബർട്ട്സൺ ഹാർഷ് വെതറില് ഷൂട്ട് ചെയ്യുന്ന ഗോളി ഒരു സ്കൗസ് ഒരു അതില് ബാക്സെറ്റിച്ച് ആകെ അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇഞ്ചറിയൊക്കെ മാറി ട്രെയിനിങ് ഒക്കെ തുടങ്ങിയത് ഉഷാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. We'll go to title challenge. Arsenal Fulham. പൊളി ഗെയിം ആയിരിക്കും. അടിപൊളി ഗെയിം. I think if Arsenal win this game, I think they can win the title. കാരണം 6 പോയിന്റ് ലീഡ് വരും. Points on board. അറിയില്ല. അതായത് ഫുൾഹം ഡിഫൻസീവ് മോഡിലൊന്നും പോവാതെ അവന്മാരുടെ കളി കളിക്കും. അത് ഉറപ്പാണ്. അവന്മാരെന്തായാലും കളിക്കും. പോരാത്തതിന് ആർസണലുടെ റൈറ്റ് ബാക്ക് ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. സോ കൺസിഡറിങ് ഇവോബി ഇല്ലെങ്കിൽ പോലും ചുക്വേസ ഉണ്ട്. ചുക്വേസ വിൽ ക്രിയേറ്റ് അവന്മാര് ബ്ലാസ്റ്റിംഗ് പേസ് ആണ്. സോ വിൽസൺ ഉണ്ട്. പിന്നെ അവരുടെ എല്ലാ പ്ലേയേഴ്സും ഏകദേശം ഇഞ്ചറിന്ന് വന്നിരുന്നു. ലൂക്കിച്ച് ഉണ്ട്, അതുപോലെ സാൻഡർബർഗ് ഉണ്ട്. സോ കളി നല്ല ഗെയിം ആയിരിക്കും. ഇവന്മാര് ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഗെയിം ഒക്കെ കളിച്ചിട്ടല്ലേ വരുന്നത്. സോ ഞാൻ ആസമിലോടെ കൂടെ കളി കണ്ടാണ്. നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരുന്നു കളിച്ച്. നല്ല ട്രാൻസിഷൻ ഒക്കെ ഉണ്ട്. സോ ക്രിസ് പറയുന്ന പോലെ ടഫ് ഗെയിം ആയിരിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് ആർസണൽ ഡ്രോപ്പ് പോയിന്റ്സ്. ഐ എം ഗോയിങ് ഫോർ എ ഡ്രോ. ഗോൾ സ്കോർ 1-1 ഗോൾ അടിച്ചുകൊണ്ടുള്ള ഡ്രോ തന്നെയാണ്. നോട്ട് നിൽ ഉണ്ടോ. ഐ എം ഗോയിങ് ഫോർ എ ഡ്രോ. ഞാൻ ആർസണൽ ജയിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോ സാക്ക ഇപ്പോ 2 കളിയായിട്ട് സബായിട്ടാ വരണേ. സാക്കയ്ക്ക് സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സാക്ക ഓക്കെയാണ്.
പിന്നെ മറ്റ് ലെഫ്റ്റ് ബാക്കിലെ ഹെൻകാപ്പിയ, കാലിഫിയോറി ബെഞ്ചിലുണ്ട്, കാലിഫിയോറിക്ക് കളിക്കാം. അവർക്ക് നല്ല സ്കോഡ് ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ കളിച്ചല്ലോ മിഡ് വീക്ക്, കളിച്ചു. അതാ പറഞ്ഞത്. അത് കാരണം കാലിഫിയോറി റൈറ്റ് ബാക്ക് ഇല്ല, അതാണ് പ്രശ്നം. റൈറ്റ് ബാക്ക് പഴയ, അതായത് മറ്റേ ടിംബർ കളിച്ച പോലെ കളിച്ചു തരാനുള്ള റൈറ്റ് ബാക്ക് ഇല്ല. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. വൈറ്റ് കഴിഞ്ഞ സീസണിൽ അതിന് മുമ്പത്തെ സീസണിലൊക്കെ വൈറ്റ് അങ്ങനെ കളിച്ചിരുന്ന. ഇപ്പൊ ഇഞ്ചുറി ഒക്കെ മാറി വീണ്ടും കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈറ്റിനൊക്കെ അതിലിപ്പോ കുറച്ച് കളി ഷാർപ്നെസ് ഒക്കെ വന്ന് അതിലേക്ക് എത്താം. വൈറ്റിനെ അങ്ങനെ കുറച്ച് കാണാനില്ല. കാരണം അടുത്ത മാച്ചിന് വേണമെങ്കിലും മസ്ക്യൂറയ്ക്ക് കളിക്കാം. അവർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ. അപ്പോ പിന്നെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട് അവർക്ക് കളിക്കാനുള്ള. ഏതേ ഇഞ്ചുറി ഒക്കെ മാറി ഒന്ന് കഴിഞ്ഞ മാച്ചില് സബ് ചെയ്യേണ്ടി വന്നു തോന്നുന്നു. ഇല്ല, ഇഞ്ചുറി കാരണമാണോ മിഡ് വീക്കില് ചെറിയൊരു നിഗിൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നല്ലോ വരികയാണല്ലോ. വരികയാണ് ചെയ്തത്. കുഴപ്പമില്ല. അപ്പൊ ഇഞ്ചുറി പ്രശ്നങ്ങളില്ല. അതിനു മുമ്പത്തെ മാച്ചാണ് ഇഞ്ചുറി ആയി പോയി എന്നുള്ള സംശയം പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവർക്ക് സ്ക്വാഡ് വൈസ് അവർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആയാലും പലരും ഉണ്ട്. എനിക്ക് ഫുള്ളാം കുറച്ച് ഇപ്പോ മോശം ഫോമാണ് ഈ വോബിയുടെ ഇഞ്ചുറിക്ക് ശേഷം. ചക്വസി പറഞ്ഞിട്ട് കേട്ടി, ചക്വസി ഫോർവേഡാ കളിക്കുന്നത്, മിഡ്ഫീൽഡിലല്ല. മിഡ്ഫീൽഡിലാണ് ഫോർവേഡാണ്. ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ടാ കളിക്കുന്നത്, മിഡ് അല്ല. അല്ലല്ല, സെൻട്രൽ മിഡ്ഫീൽഡിലാണ് കളിച്ചിരുന്നത് കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ്. അതെ. ഇവോബിയെ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് വലിച്ചേർന്നു. അവരുടെ ഏറ്റവും നന്നായിട്ട് കളിച്ചിരുന്ന ആ ഒരു വിന്നിങ് റണ്ണില് ഒക്കെ ഉണ്ടായിരുന്നത്, ആ നല്ല ഫോമിൽ വന്നിരുന്ന സമയം, വിൽസൺ ഗോൾ അടിച്ചിരുന്ന സമയത്തൊക്കെ ഇവോബി സെൻട്രൽ മിഡ്ഫീൽഡിലാണ് കളിച്ചിരുന്നത്. ആ സമയത്ത് ലെഫ്റ്റില് ചക്വസിയാണ് കളിച്ചിരുന്നത്, റൈറ്റില് വിൽസൺ, സെന്ററില് കിങ് കളിച്ചിരുന്നു. കിങ് അല്ലാന്റെ മറ്റേ സ്മിത്രോവും ഒക്കെ മാറി മാറി അങ്ങനെയാണ് കളിച്ചിരുന്നത്. എനിവേ ഇവോബിയുടെ ഇഞ്ചുറി ഭയങ്കര നഷ്ടം തന്നെയാണ് അവര് ഡിഫെൻസീവില് ഇത്തിരി മോശമായിട്ടുണ്ട്. എനിക്ക് ആർസണൽ കംഫർട്ടബിൾ വിന്നാണ് ഞാൻ 2-0 സ്കോറിൽ ഒരു ആർസണലിന്റെ ചാലഞ്ച് വരുന്ന ഒന്ന് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല, ഈ മെന്റൽ ഫെറ്റീഗ് ആണ്. കാരണം വെഡ്നസ്ഡേ നൈറ്റ് അവർ കളിച്ചു, പ്ലേയിങ് ഓൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത ഗെയിം അത്ലറ്റിക്കോ ഇസ് ഓൺ എ ട്യൂസ്ഡേ. സോ നെക്സ്റ്റ് 2 games will define Arsenal season and probably Arsenal's future. കാരണം ഈ 2 മാച്ചും ജയിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ആൻഡ് 3 match പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ്. Big time for Arsenal. At the same time, സിറ്റിക്ക് അത്ര എളുപ്പം മാച്ച് അല്ല. എവർട്ടൺ അവേ, ഡിക്കിൻസൺ സ്റ്റേഡിയം ആണ്. ഒരാഴ്ച നമ്മള് ജയിച്ചില്ലെന്ന്. നമ്മള് ജയിച്ചില്ലേ ഡിക്കിൻസൺ സ്റ്റേഡിയം? നമുക്കെന്ത് സ്റ്റേഡിയം, പിന്നെ അവർക്ക് എന്താ പ്രശ്നം? അടിച്ചു കൂട്ടുമാര്. പക്ഷെ സ്ട്രഗിൾഡ് അഗെയിൻസ്റ്റ് സൗത്താംപ്ടൺ. ഓക്കെ, പക്ഷെ കുറെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും മാറ്റിയില്ലേ? എല്ലാത്തിനും മാറ്റി. സോ ബേസിക്കലി എല്ലാത്തിനും മാറ്റുകൊണ്ട് തന്നെ സിറ്റി ഹാവ് നോട്ട് പ്ലേഡ് ഫോർ 2 weeks. അതെ, നല്ല റെസ്റ്റ് അവർ കിട്ടിയിട്ടുണ്ട്. ബട്ട് അഗെയിൻ എവർട്ടൺ ഹാസ് നത്തിങ് ടു പ്ലേ ഫോർ. കാരണം ചാമ്പ്യൻസ് ലീഗ് എന്തായാലും കിട്ടില്ല. കഴിഞ്ഞ ആഴ്ച അവർ തോറ്റു. സോ അവരുടെ ബെഞ്ച് 11th ആണ് ഇപ്പം ഉള്ളത്. സോ ഒരു യൂറോപ്യൻ പ്ലേസ് 7th ചാൻസ് ഉണ്ട് ഇപ്പോഴും. 7th or 6th also is possible for them. So പക്ഷെ ആ ഒരു ത്വര ഐ ഡോണ്ട് സീ. എവർട്ടന്റെ ഫോം, they have not won in the last 3 games. Lost 2 games back to back. അത് അതിന് മുമ്പ് ഡ്രോ ആയിരുന്നു. ലാസ്റ്റ് 5 games ആകെ ഒരു കളി ജയിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഐ തിങ്ക് സിറ്റി വിൽ വിൻ അല്ലേ? സിറ്റി ജയിക്കാനാണ് സാധ്യത. സിറ്റി വിൻ. ഓക്കെ, സ്കോർ ലൈൻ ഞാൻ ആർസണൽ ഗെയിമിന്റെ സ്കോർ ലൈൻ ചോദിച്ചില്ല. അത് ഞാൻ പറഞ്ഞു. ഞാൻ ആർസണൽ ഡ്രോ പോയിന്റ്സ്, either it's draw or അതെ. അല്ല, സിറ്റി മാച്ച് I am going to sit on the fence. I just
ഐ ഡോണ്ട് ഹാവ് എന്താ പറയാ നമ്മൾ വെറുതെ എന്താ പറയാ ഞാനൊരു നല്ലൊരു ഒരു 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 കോട്ട് വായിച്ചിട്ടോ. എന്താ അറിയോ, ആർസണൽ ആർ ഹാവിംഗ് ദ ബെസ്റ്റ് സീസൺ ഇൻ ഇംഗ്ലണ്ട് ഓഫ് ഓൾ ടീംസ്, യെറ്റ് ദേ ആർ ദ മോസ്റ്റ് ട്രോൾഡ് വൺസ്. അതായത് ലീഗിൽ ഫസ്റ്റ് ആണ്, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പകുതി സെമി ഫൈനലൊക്കെ ഒരേ ഒരു ഇംഗ്ലീഷ് ടീമാണ്, പക്ഷെ എല്ലാരും ഊക്കുന്നത് പാവം ആർസണലിനെ. അതാണ് എനിക്ക് എന്താന്ന് മനസ്സിലാവണില്ല, എന്താ അങ്ങനെയാണുള്ളത്. ഈവൻ ഉണയമ്രയുടെ ഇതുപോലെ ആർസണൽ ഫാന്റെ ഒരു കോട്ട് വായിച്ചു. അതായത് ഈ ലെവൽ ഓപ്പൺ ഗെയിം ആർസണലിന്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ, ബയേൺ ഓർ PSG ആർസണലിന്റെ എതിരെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ആർസണൽ ജയിക്കും എന്നാണ് പറയുന്നത്. കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്കും ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ആർസണലിനുണ്ട്. ഈ PSG അറ്റാക്കിനെയൊക്കെ അവർ തടുത്ത് നിർത്തും എന്നൊക്കെയാ പറയുന്നത്. എനിക്കറിയില്ല. ശരിയാണ്, എനിക്കത് തോന്നുന്നുണ്ട് ആ മാച്ച് വരുമ്പോ. എനിവേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഉണയമ്രയുടെ ഒരു സാധനം കണ്ടു. ഉണയമ്ര യൂറോപ്പ ലീഗ് എക്സ്പേർട്ട് ആണല്ലോ. അതില് 5 ഫൈനൽ കളിച്ചതില് ഒരെണ്ണം ആർസണലിനെ വെച്ചിട്ട് കളിച്ച്, അതില് സെക്കൻഡ്, അതില് തോറ്റു എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടു. അങ്ങനെയൊക്കെ പറഞ്ഞ് ആർസണലിനെ ഇങ്ങനെ എത്ര പേരാന്നറിയാം. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് ഇത്തവണ ആർസണലിൽ ടൈറ്റ് അടിച്ച് എല്ലാത്തിനും സൈലൻസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിറ്റി മാച്ചിന് ഞാൻ ഇത് ടൈപ്പ് ചെയ്യായിരുന്നു, അതാണ് പറയുന്നത്. സിറ്റിയുടെ മാച്ച് എവേർട്ടൺ അവര് സുഖമായിട്ട് ജയിക്കുമെന്ന് തന്നെ തോന്നുന്നത്. അതിന് എനിക്ക് ഹാലൻഡ് തിരിച്ച് പതുക്കെ ഫോമിലേക്ക് എത്തിയ പോലെ തോന്നുന്നുണ്ട്. ഹാലൻഡ് ഗബ്രിയല ബാറ്റിൽ ഉണ്ടായിരുന്നല്ലോ, അത് ശരിക്ക് ഹാലൻഡിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് റിജുവിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നു. ഹാലൻഡിന്റെ ആ ഫിനിഷും ഒക്കെ എനിക്കുള്ളത് ഹാലൻഡിന്റെ ഗോൾ അടിക്കുകയും ഒരു ടൈറ്റിൽ പുഷിലേക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ചെർക്കിയുടെ ഫോം ഓറിയലി ഇഞ്ചറി ഇല്ലാതെ രക്ഷപ്പെട്ടു വന്നത്, ഇതൊക്കെ സിറ്റിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. സിറ്റി പിന്നെ അവരുടെ സെന്റർ ബാക്സും ഇഞ്ചറി ഒക്കെ കഴിഞ്ഞ് പതുക്കെ തിരിച്ചു വരുന്നുണ്ട്. ഓൾറെഡി ഇഞ്ചറി ഇല്ലാത്തവര് ഓൾറെഡി നന്നായിട്ട് കളിക്കുന്നുണ്ട്. കുഷ്നോവും നമ്മുടെ ഗുവേഹി ഇവരെയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എനിവേ സിറ്റി ഓക്കെയാണ് ഇപ്പോ. അവരുടെ തിരിച്ചൊരു ട്രാക്കിലേക്ക് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എവർട്ടൺ എന്തോ ഗോൾ അടിക്കുന്നത്, അവർക്ക് ബെറ്റോ ഇഞ്ചറി ആയി. ബെറ്റോന്റെ ഇഞ്ചറി അവർക്ക് നല്ലോണം ബാധിച്ചു. നമുക്കെതിരെ അത് നമ്മൾ കണ്ടതാണ്. അപ്പോ നമുക്കെതിരെ നന്നായിട്ട് കളിച്ചു ബെറ്റോ. അത് കഴിഞ്ഞിട്ടുള്ള മാച്ചിൽ ബെറ്റോന്റെ ഇഞ്ചറി അവരൊക്കെ നല്ലോണം ബാധിച്ചു കഴിഞ്ഞ മാച്ചിൽ. സോ ഇനി എല്ലാം നോക്കുമ്പോൾ സിറ്റി ജയിക്കാൻ തന്നെയുള്ള ചാൻസ് ഉണ്ട്. വില്ല സ്പേഴ്സ്, ഐ തിങ്ക് ഈ 2 മാച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ ഒരു മാച്ച് ഈ വീക്ക് ശരിക്കും വില്ല സ്പേഴ്സിന്റെ മാച്ചാണ്. വില്ല പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്യും, ഒരു സംശയമില്ല. കാരണം ദേ ഹാവ് എ 8 point ഗ്യാപ്പ്. അവരുടെ ട്രെയിലിംഗ് ഇൻ യൂറോപ്പ ലീഗ് 1-0. സോ എന്താണ് തോന്നുന്നത് വില്ല? ആദ്യം പറഞ്ഞു, ഞാനത് ടൈപ്പ് ചെയ്യട്ടെ. വില്ല സ്പേഴ്സ് മാച്ച് അല്ലേ? അതെ. സ്പേഴ്സ് മാച്ച് ഇപ്പൊ ക്രിസ് പറഞ്ഞ പോലെ അവര് നോട്ടിംഗം ഫോറസ്റ്റിനായിട്ട് 1-0 തോറ്റു. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. 1-0 ക്യാൻ ബി ഓവർടേൺ. അവരുടെ ഹോം മാച്ചിൽ ഓവർടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ ലൈൻ തന്നെയാണ്. അതിപ്പോ പെനാൾട്ടിയിൽ വന്ന ഗോളല്ലേ. എനിക്ക് തോന്നില്ല ലൈക്ക് അവരൊരു ഈ ഒരു മാച്ച് പ്രാക്ടീസ് മാച്ച് ആയിട്ട് കാണുന്ന തോന്നണേ സ്പേഴ്സിന്റെ കൂടെ. സോ മര്യാദയ്ക്കൊരു ബേസിക് ഫുട്ബോൾ കുറച്ചു നേരത്തിന് കളിച്ചു കഴിഞ്ഞാൽ തന്നെ കളി ജയിക്കാൻ പറ്റും ആസംബ്ലിനെ കൊണ്ട്. സോ അവന്മാര് മെയിൻ ലെവലിൽ തന്നെ ഇറക്കും, ഉറപ്പാണ്. ഇതിപ്പോ ഞാൻ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞിരുന്നു, ടു മെനി ഡേയ്സ് വിത്തൗട്ട് ഗെയിം പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ ഒരു കളിയിൽ നിന്ന് ആ ഒരു കളി വരെ കളിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ മേ ബി സീൽ ദ ഗെയിം ഇൻ 60 minutes, ദെൻ പിന്നെ സബ് ചെയ്യല്ലോ, 5 സബ് ഇല്ലേ. സോ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതാ പറയുന്നത്. സോ ഇതില് പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മര്യാദയ്ക്ക് കളിച്ചിട്ട് പിന്നെ 60 minutes ബിഫോർ എന്തിനാ ഹാഫ് ടൈമിൽ സബ് ചെയ്യും, ശേഷം തന്നെ സബ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം.
എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം ഒരാഴ്ച റെസ്റ്റ് ആണ് ഏറ്റവും നല്ലത് പ്ലേയേഴ്സിന്. വില്ലയ്ക്ക് ഒട്ടും സിഗ്നിഫിക്കൻസ് ഇല്ല ഈ മാച്ച്. അവര് റെസ്റ്റ് ചെയ്യിക്കാൻ തന്നെ ചാൻസ് അവരുടെ മെയിൻ പ്ലേയേഴ്സിനെ. മാത്രമല്ല പിന്നെ സ്പേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം റെസ്റ്റ് ചെയ്യിക്കാൻ പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. പലരും ഇഞ്ചേർഡായി പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും അവര് സൊളാങ്കെ ഇഞ്ചറി സീസൺ ഔട്ടായി, സാവി സിമൺസ് ഔട്ടായി. അവർക്ക് ഇപ്പൊ റിച്ചാർലിസൺ തിരിച്ചു വന്നിട്ടുണ്ട്. റിച്ചാർലിസൺ എനിക്ക് തോന്നുന്നത് റിച്ചാർലിസൺ ചിലപ്പോ ഈ മാച്ച് ജയിപ്പിക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു സ്പേഴ്സിനെ ഈ മാച്ചിൽ. കാരണം റിച്ചാർലിസൺ കഴിഞ്ഞ മാച്ചിൽ ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്തും ഭയങ്കര ആവേശത്തോടുകൂടി അവിടെ ഇരുന്ന് കോച്ചിനേക്കാളും വികാരത്തോടെ അവിടെ പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ബ്രൈറ്റൺ മാച്ചിന്റെ സമയത്ത് ഇവിടെ ആ ഒരു പാഷൻ ഇതിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ മാച്ച് അസിസ്റ്റ് കൊടുക്കുക ചെയ്ത്. റിച്ചാർലിസന്റെ അസിസ്റ്റിലാണല്ലോ വൂൾസിനെ തോൽപ്പിച്ചത്. റിച്ചാർലിസൻ ഒരു കീ കോൺട്രിബ്യൂഷൻ നടത്തി ജയിപ്പിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നത്. അതാണ് ഗണേശ് പറയാൻ വന്നേ. അസംബ്ലിക്ക് ഒരു കളി ജയിച്ചാൽ മാത്രമേ ഏകദേശം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഉറപ്പിക്കാൻ നമ്മളിപ്പോ പറയാം ബ്രൈറ്റൺ എങ്ങനെ കയറി ജയിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷേ 4 കളി ജയിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റൺ അറിയാതെ 4 കളി ജയിച്ചു. ഇപ്പോൾ ഉള്ള ഫോമില് മര്യാദയ്ക്ക് കളിക്കുന്നുണ്ട് അവര്. ആ ഒരു 4 കളി ജയിച്ചു കഴിഞ്ഞാൽ മറ്റേ അസംബ്ലിക്ക് ലിവർപൂളും മറ്റേ സിറ്റിയാണ് ലാസ്റ്റ് മാച്ച്. സോ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ലിവർപൂൾ ജയിച്ചു സിറ്റി ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലിക്ക് 61 പോയിന്റ് വരും. അറിയാതെ ബ്രൈറ്റൻ എങ്ങാനും 4 കളി ജയിച്ചു കഴിഞ്ഞാൽ 62 ആവും. യൂറോപ്പ് അടിച്ചപ്പോരെ. അങ്ങനെയാണെങ്കിൽ ഒരു ഗുണമുണ്ട്. എന്താ അറിയോ ഞാൻ പറയട്ടെ, ബ്രൈറ്റൺ കളിക്കുന്നത് ശനിയാഴ്ചയും ആസ്റ്റൺ വില്ല കളിക്കുന്നത് ഞായറാഴ്ചയും. അതിന് റിസൾട്ട് നോക്കിയിട്ട് തീരുമാനിച്ചാൽ അത് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പൊ ബ്രൈറ്റൺ മൂഞ്ചിയ എല്ലാത്തിനെയും മാറ്റിക്കോ. വേണമെങ്കിൽ എലിയട്ടിനൊക്കെ ഒരു ചാൻസ് കൊടുക്കായിരുന്നു പ്രീമിയർ ലീഗിൽ. അത് വേറെ അതിന്റെ ഫീലിംഗ് എന്ന് പറയുന്നത് അതൊരു ബേസിക് സെൻസ് ഓഫ് ദാറ്റ് സ്പേഴ്സ് ആർ ടു ഗുഡ് ടു ഗോ ഡൗൺ. അതിന്റെ ഒരു കളിയെങ്കിലും റബ് ഓഫ് ദ ഗ്രീൻ അവർ കഴിഞ്ഞ കളി ഓക്കെ ജയിച്ചു, പക്ഷെ ഒരു കളിയെങ്കിലും റബ് ഓഫ് ദ ഗ്രീൻ അവർ കിട്ടിയിട്ട് അവർ ജയിക്കുന്ന വിചാരിക്കുന്നു. പക്ഷെ ഇത് തോറ്റു കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം ആർ പ്ലേയിങ് ബ്രെൻഫോർഡ്. സോ ബോത്ത് ആർ ടഫ് ഗെയിംസ്. ബ്രെൻഫോർഡ് ആർ വെരി ഗുഡ്. അപ്പോ അവേ അറ്റ് ബ്രെൻഫോർഡ് ആണ്. പ്രഡിക്ഷൻ രണ്ടും പ്രഡിക്ഷൻ പറഞ്ഞു. ബ്രെൻഫോർഡ് വെസ്റ്റ് ഹാം. ഞാൻ ഡ്രോ വെസ്റ്റ് ഹാമിന്റെ ഗെയിം. വെസ്റ്റ് ഹാമിൻ ജയിക്കും, സ്പേഴ്സ് വെസ്റ്റ് ഹാം ബ്രെൻഫോർഡ് ഡ്രോ ആയി കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം നെക്സ്റ്റ് പ്ലേ ആർസണൽ ഹോം മാച്ച് ആണ്. അടിപൊളിയാവും ഗെയിം. ഈ റെലഗേഷൻ ബാറ്റിലുള്ളവര് അർസണലിനെതിരെ കളിക്കുമ്പോൾ നല്ല രസമായിരിക്കും കളി കാണാൻ. അവർ ഡിഫെൻഡ് ചെയ്യാതെ മര്യാദയ്ക്ക് കളിക്കും ജയിക്കാൻ വേണ്ടിട്ട്. അതെ, കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്ന റെലഗേഷൻ കണ്ടന്റേഴ്സ് എല്ലാം തോക്കുന്നവർ, ഞാൻ ഇത്തവണ എല്ലാവരും ജയിക്കുന്നവർ. സ്പേഴ്സും ജയിക്കും, വെസ്റ്റ് ഹാം. ഞാൻ ആ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാരും പറഞ്ഞു നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തോൽക്കുന്നു. വെസ്റ്റ് ഹാം ജയിക്കുന്നു പറഞ്ഞു. അത് വെസ്റ്റ് ഹാം ജയിച്ചു. എന്താണ് എന്റെ 2 പ്രഡിക്ഷൻ ശരിയായി. പക്ഷെ നിങ്ങള് മറ്റേ വുഡ്മാൻ നിൽക്കുമ്പോ ക്ലീൻ ഷീറ്റ് കിട്ടുമോന്ന് പറഞ്ഞ് വുഡ്മാനെ ആക്കി. അത് മറ്റേ അവൻ ഗോൾ അടിച്ചത് ഇങ്ങനെ ഗോൾ അടിച്ചിട്ട് കാര്യമില്ല. വുഡ്മാൻ മര്യാദക്ക് ഷോർട്ട് സ്റ്റോപ്പ് ഒക്കെ ചെയ്തു. ഇസാക്കും വേർഡ്സും ഗോൾ അടിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ടോപ്പ് 4 ബാറ്റിലിന്റെ കാര്യം പറയാനില്ല. പക്ഷെ പറയേണ്ടിയിരിക്കുന്നത് ചെൽസിനെ കുറിച്ചാണ്. ചെൽസി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഐ തിങ്ക് ഫോറസ്റ്റ് വിൽ റെസ്റ്റ് ദിയർ പ്ലേയേഴ്സ്, കാരണം അവർ സേഫ് ആണ്. അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇപ്പൊ ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ച് നിൽക്കുക. അടുത്ത മാച്ച് അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കപ്പടിക്കാനുള്ള നല്ല ചാൻസ്. അവർക്കാണെങ്കിൽ യൂറോപ്പിൽ ഒരു പെഡിഗ്രി ഉണ്ട്. ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ജയിച്ച ടീമാണ്. അവരുടെ സ്റ്റേഡിയത്തില്
മാച്ച് അവർ അതാണ് ഹെൽപ്പ് ചെയ്തത് അവർക്ക് ആ സെമി ഫൈനലിൽ അവരുടെ ഹോം ടർഫിലെ മാച്ച്. അത് അവരുടെ ഫാൻസ് ട്രാവൽ ചെയ്യുകയും ചെയ്യും. അവർ ആ പാഷൻ കൊണ്ടുപോയി അവർക്ക് ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നോട്ടിംഗ്ഹാം ആയാലും വില്ല ആയാലും. അപ്പോ നോട്ടിംഗ്ഹാം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും. ചെൽസി കഴിഞ്ഞ മാച്ച് ലീഡ്സ് ആയിട്ടുള്ള മാച്ച് കണ്ടു. അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവരുടെ പാസിംഗ് ഒക്കെ കുറെ കൂടി സ്പീഡ് കൂടി. പാമർ വേറെ പൊസിഷനിലാണ് കളിച്ചത്, റൈറ്റ് സൈഡിൽ കളിച്ചു. എൻസോ സെന്ററിലാണ് കളിച്ചത്. അപ്പോ നെറ്റോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നണത് ചെൽസി ആയിട്ട് ജയിക്കും കേട്ടോ. കുറെ കളിയായിട്ട് ചെൽസി ജയിക്കണം നമ്മൾ കാണാറില്ല, ഗോൾ അടിക്കണം കണ്ടിട്ടില്ല. പക്ഷെ ഈ കളി അതെ, ഈ കളി ചിലപ്പോ ചെൽസി ജയിക്കും, അങ്ങനെ ഫീൽ ചെയ്യാം. ചെൽസി ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് റിലഗേഷൻ ബാറ്റിൽ ഏകദേശം സേഫ് ആണ്. സോ അത് വെച്ച് നോക്കുമ്പോ യൂറോപ്പ് സപ്പോസ് ഇനിയിപ്പോ റിലഗേറ്റ് ആയാൽ പിന്നെ യൂറോപ്പ് അടിച്ചു കഴിഞ്ഞാൽ പോലും റിലഗേറ്റ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു ടീമായിട്ട് മാറും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ആരോ ചോദിച്ചിരുന്നു റിലഗേറ്റ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിച്ച ഏത് ഓബിനാണ് തോന്നുന്നു ഒരു പോഡ്കാസ്റ്റിന് മുന്നേ ചോദിച്ചിരുന്നു, റിലഗേറ്റ് ആയിട്ടും ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ഒരു ടീം. സോ അങ്ങനെ ഒരു ഇത് കാണാനും നമുക്ക് പറ്റും. പക്ഷെ ദേ ആർ സേഫ് ആക്ച്വലി. ചെൽസി ഞാൻ പറയുന്നത് ഈ മറ്റേ അക്കാഡമി മാനേജർ സീസണിൽ തന്നെ 2ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇൻചാർജ് ആയിട്ട് വരുന്നത്. അയാൾ ഫസ്റ്റ് ടൈം വരുമ്പോഴും മര്യാദയ്ക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഫുട്ബോൾ കളിച്ചിരുന്നു. ആവശ്യമില്ലാതെയാണ് മറ്റേ ആളെ കൊണ്ടുവന്നത്. ആളുടെ ഫിലോസഫി ഒന്നും ഇവിടെ നടന്നില്ല. ഇപ്പൊ സെക്കൻഡ് ടൈം വരുന്നു. ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ മര്യാദയ്ക്ക് കളിക്കാൻ അറിയുന്ന പ്ലേയേഴ്സിനെയാണ് ഇറക്കുന്നത്. മറ്റേ എന്താ പറയാ, അവന്റെ പേരെന്താ, ടോസിനും ചലവ, അതുപോലെ മറ്റേ അവന്റെ പേരെന്താ, മാലോഗസ്റ്റോ ഒക്കെ റൈറ്റ് ബാക്കിലാണ്. അവനെ കൊണ്ടുപോയിട്ട് DM ഒക്കെ കുറെ കളിപ്പിച്ചു. അപ്പോ അവന്മാര് പ്ലേയേഴ്സ് ത്രൈവ് ചെയ്യുന്ന പൊസിഷനിൽ അവരെ കളിപ്പിക്കുന്നുണ്ട്. എൻസോ ഫെർണാണ്ടസിനെ ബിഹൈൻഡ് ദ സ്ട്രൈക്കർ കളിപ്പിക്കുന്നുണ്ട്, ലെഫ്റ്റ് വിങ് കളിപ്പിക്കാതെ. സോ പ്ലേയേഴ്സിന് അവർക്ക് പറ്റിയ പൊസിഷനിൽ ഇട്ടാൽ തന്നെ നമുക്ക് റിസൾട്ട് വരും. അവര് ആ പൊസിഷനിൽ എന്ത് ബേസിക്സ് ചെയ്യണോ അത് ചെയ്ത് ഔട്ട്പുട്ട് എന്തായാലും കൊണ്ടുവരും. സോ സ്തുതി പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്, കളി കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പോച്ചിറ്റിനോന്റെ കമന്റ്സ് കണ്ടിരുന്നോ? പോച്ചിറ്റിനോന്റെ ചെൽസിയെ കുറിച്ച് പറഞ്ഞു, ചെൽസിയിലെ സ്റ്റിന്റിന്റെ കാര്യം. അവിടെ പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്ലബാക്കി മാറ്റിയേക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ സെല്ലിങ് ക്ലബ് എന്നുള്ളത്. അത് പക്ഷെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ പ്ലേയേഴ്സിനെ, കുറച്ചുകൂടി നല്ല പ്ലേയേഴ്സിനെ മേടിച്ച് ടീമൊന്ന് സെറ്റ് ചെയ്യാനാണ് നോക്കുക. ഇത് നേരെ തിരിച്ച് പോച്ചിറ്റിനോ പറഞ്ഞത് യങ് പ്ലേയേഴ്സിനെ മേടിക്കുക, അവരെ വിൽക്കാൻ വേണ്ടി മാത്രം. വീണ്ടും യങ് പ്ലേയേഴ്സിനെ മേടിക്കും, അവരെ വിൽക്കുക. അപ്പൊ അതിനുവേണ്ടി യങ് പ്ലേയേഴ്സിനെ മാത്രം കളിപ്പിക്കണം. എല്ലാ പ്ലേയേഴ്സിനെ മാറി കളിപ്പിച്ച് അവരുടെ വാല്യൂ കൂട്ടണം. ഇതാണ് കോച്ചിന്റെ ജോലി എന്നുള്ള രീതിയിലാണ് അവര് ചെൽസിയുടെ മാനേജ്മെന്റ് പുഷ് ചെയ്യണത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പല കോച്ചുമാരും ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവര് നന്നായിട്ട് ഒരു പ്രോജക്റ്റ് അന്വേഷിച്ച് വരുന്നു. പക്ഷെ ഇത് മനസ്സിലാക്കണം, ഇതാണ് അവിടെ അവസ്ഥ. അത് കഴിഞ്ഞ് പതുക്കെ അവിടെ ഫെഡപ്പായി പതുക്കെ അവരുടെ ഒരു ഡിപ്പ് അവിടെ ഉണ്ടാവണം. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിൽ തന്നെയാണ് സംഭവിച്ചു പോണേന്ന് തോന്നും. ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഇൻഫ്ലുവൻസർ പറയണ കണ്ടു, ഒരു ഇക്വിറ്റി കമ്പനി പോലെ ഉള്ള ട്രേഡിങ് നടക്കുന്ന പോലെ, അതുപോലെയാണ്. അല്ല പ്ലേയേഴ്സിന്റെ ആണോ? അവന്മാര് സൈസീറോനെ മേടിച്ചതും അങ്ങനെയാണ്, തേർഡ് പാർട്ടി വഴിയാണ് സൈസീറോന്റെ പേയ്മെന്റ് ഒക്കെ പോയത്. ചെൽസി ഫാൻസിന് ലോങ് ടേം അത്ര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങളല്ല ന്യൂസ് അല്ല ഫാൻസ് ഒരു ഓപ്പൺ ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. വലിയ ഡെപ്റ്റും ഉണ്ട്. എല്ലാ പ്ലേയേഴ്സും 8 കൊല്ലം 7 കൊല്ലം കോൺട്രാക്ട് സൈൻ ചെയ്യിക്കണം. അപ്പൊ ഇനിയിപ്പോ ആരെയും മേടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. എക്സ്റ്റൻഷൻ സൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ. എനിവേ പിന്നെ നമുക്ക് മാച്ചസ് പറയാനൊന്നുമില്ല. ബോൺമത്ത് പാലസ് ആണ്. പാലസ് 3-1 ലീഡാണ് പാലസിന് കോൺഫറൻസ് ലീഗിൽ. സോ ദിൽ പ്രോബബ്ലി അഗൈൻ റെസ്റ്റ് പ്ലേയേഴ്സ്. ബോൺമത്ത് വിൽ പ്രോബബ്ലി വിൻ ദാറ്റ് ഗെയിം ഐ ഫീൽ. സോ
നമുക്ക് എല്ലാ മാച്ചും കവർ ചെയ്തിട്ടുണ്ട്. ന്യൂകാസലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ന്യൂകാസൽ ബ്രൈറ്റൺ, ന്യൂകാസലിന്റെ പക്ഷെ മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് സ്ലോട്ടിന് കൊടുത്ത അതേ സ്ഥാനം ഹൗവിന് കൊടുത്തിട്ടുണ്ട്. They'll give him one more season. They think he is the right man to lead the team towards a glorious future എന്നൊക്കെയാണ് അവര് പറയുന്നത്. എനിക്ക് മറ്റേ സിമിയോണി അവിടെ വന്നാൽ കൊള്ളാവുന്നുണ്ട്. സിമിയോണി ഐ ഡോണ്ട് നോ. ഇംഗ്ലീഷ് അവർക്ക് പറ്റിയ ക്ലബ്ബാണ്. അതേ ഉള്ളൂ. വേറെ എവിടെ ഓക്കെ, സോ വി വിൽ ബി ബാക്ക്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഇപ്പോ നമ്മൾ പ്രീമിയർ ലീഗ് ആണല്ലോ നമ്മുടെ എപ്പോഴും ഫോക്കസ്. ഇപ്പൊ പ്രീമിയർ ലീഗിലേക്ക് അടുത്ത സീസണിൽ വരാൻ പോകുന്ന ക്ലബുകളെ കുറിച്ചുള്ള തീരുമാനം അത് നാളെയാണ് അതിന്റെ ഫൈനൽ. ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ റൗണ്ട് നാളെയാണ്. എല്ലാ മാച്ചും ഒരേ സമയം. ഇപ്പൊ നിലവില് പ്ലേ ഓഫിലേക്ക് കിടക്കുകയാണ്. നിലവില് കോവൻട്രി ഓൾറെഡി കയറി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈറ്റ്. അത് സെക്കൻഡ് സ്വിച്ച് 81 points, മിൽവാൾ 80 points, മിഡിൽസ്ബറോ 79 points. ഈ 3 ടീമുകൾക്ക് ആർക്ക് വേണമെങ്കിലും ഓട്ടോമാറ്റിക് പ്രൊമോഷൻ കിട്ടാം. അത് കഴിഞ്ഞ് പിന്നെ സതാംപ്ടൺ, റെക്സാം. സതാംപ്ടണും സേഫ് ആണ്, പ്ലേ ഓഫ് ഉറപ്പിച്ചു, 77 points ആണ്. പിന്നെയുള്ള റെക്സാം, ഹൾ സിറ്റി, ഡെർബി കൗണ്ടി. അത് 3 പേര് 70, 70, 69. ഇതിൽ ആർക്ക് വേണമെങ്കിലും പ്ലേ ഓഫിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അപ്പൊ നാളെ 5 മണിക്കാണ് എല്ലാ മാച്ചും ഒരേ സമയം നടക്കുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്ത സീസൺ ഒന്നെങ്കിൽ ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ഹാം വേഴ്സസ് മിൽവാൾ കാണുന്ന ആഗ്രഹം. വയലന്റ് ഡാബീസ്. അത് നല്ല രസമുണ്ടാവും. എത്രയോ നാളായി കളിച്ചിട്ടല്ല. അതെ അതെ. റെക്സാം മിഡിൽസ്ബറോ തമ്മിലാണ് മാച്ച്. ഇപ്പോ മിഡിൽസ്ബറോ ഇപ്പൊ 4th ആണ്, 79 points. റെക്സാം 70. മിഡിൽസ്ബറോ ജയിക്കാൻ നോക്കി ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷൻ പ്രൊമോഷന് വേണ്ടി നോക്കും. അപ്പോ റെക്സാമിന് ഭയങ്കര ടൈറ്റ് ആണ്. അത് തോറ്റു കഴിഞ്ഞാൽ മിക്കവാറും റെക്സാമിന് ഈ സീസണിൽ ഈസിയാണെന്ന് പറഞ്ഞ സീസണിൽ കാര്യങ്ങൾ നടക്കാതെ വരും. ഇതാണ് ചാമ്പ്യൻഷിപ്പിന്റെ അവസ്ഥ. അതും എല്ലാവർക്കും ഫോളോ ചെയ്യാം. നമ്മുടെ പ്രീമിയർ ലീഗ് മാച്ച് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ആ മാച്ച്. അപ്പൊ അത് കാരണം അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവര് അത് ഫോളോ ചെയ്യാം. വേറെ ഒന്നുമില്ല. That note, we will wrap it up. We'll be back on Monday ആണോ അല്ല Tuesday. Monday ആണ് സിറ്റിയുടെ ഗെയിം. സോ സിറ്റിയുടെ ഗെയിം കഴിഞ്ഞ് ട്യൂസ്ഡേ ബിഫോർ ദ ചാമ്പ്യൻസ് ലീഗ് ഗെയിം വിൽ ബി ബാക്ക്. മൺഡേ നൈറ്റ് ആണോ സിറ്റിയുടെ മാച്ച്? അതും കഴിയില്ലേ? സിറ്റി മൺഡേ നൈറ്റ് ആണല്ലേ? ഓക്കെ. യെസ്, മൺഡേ നൈറ്റ്. ഓക്കെ. യെസ്. ഓക്കെ, on that note we'll be back. എല്ലാവർക്കും ബൈ.